കമ്മീഷന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു കണ്ണു തുറക്കലാണോ? തീർച്ചയായിട്ടും അല്ല. നോക്കൂ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിക്കുകയാണ് എങ്കിൽ ആ ലംഘിച്ച ആൾക്കാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. അവരിൽ ആക്ഷേപിച്ചിട്ടുള്ള കുറ്റങ്ങൾ എന്താണോ ആ കുറ്റങ്ങൾക്ക് അവരിൽ നിന്നാണ് മറുപടി കിട്ടേണ്ടത്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. ഇതിപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് ഒരു പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നതിന് പകരം ജെ പി നഡ്ഡയ്ക്ക് വിശദീകരണം ചോദിക്കുന്നു. ജെ പി നഡ്ഡ അക്കാര്യത്തിലൊരു വിശദീകരണം നൽകുന്നു. എന്നിട്ട് വേദപാഠ പുസ്തകത്തിൽ കാണുന്നത് പോലെ കുറേ ഉപദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഒരു മെല്യു എങ്ങനെ ഇരിക്കണം എന്നത് സംബന്ധിച്ച് ഒക്കെ തന്നെയും നല്ല ഒരു ഒരു എനിക്ക് തോന്നുന്നത് വളരെ ഇതിഹാസങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറായാലും അതുപോലെ തന്നെ കമ്മീഷണർമാരായാലും. അക്കാര്യത്തിൽ നോക്കൂ, ഈ നമ്മൾ ചിലപ്പോൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയത്ത് പറയും പോയി ചത്തൂടറ എന്ന് ചോദിക്കില്ലേ എന്ന് പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷനോട് പോയി ചത്തൂടെ എന്ന് ചോദിക്കാൻ തോന്നുന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനം നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് യഥാർത്ഥത്തിൽ. ആ ഏറ്റവും വലിയ വയലേഷൻ നോക്കൂ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വയലേഷൻ എന്താണ്? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വയലേഷൻ എന്താണ്? ഈ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് ഭരണഘടനാ കോടതികൾക്ക് റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവുകയും എനിക്ക് ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത് കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. അത്രയും സുശക്തമാണ് ഇന്ത്യയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒരു വയലേഷനും അനുവദിക്കാത്ത രീതിയിലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അവിടെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടേതായാലും ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും രാഹുൽ ഗാന്ധിയുടേതായാലും വളരെ ഉപരിപ്ലവമായ രീതിയിൽ എന്തോ കാണിച്ചു എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാളിൽ ഒരു ജഡ്ജ് അദ്ദേഹം രാജിവെച്ചിട്ടാണ് ഇലക്ഷനിലേക്ക് പോകുന്നത്. 24 മണിക്കൂർ നേരത്തെ അദ്ദേഹത്തെ പ്രചരണത്തിൽ നിന്ന് മാറ്റിയെടുത്തേണ്ടി വന്നു. സാധാരണഗതിയിൽ ജഡ്ജിമാരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയക്കാരുടെ കൂടെ ഓടിയെത്താൻ കഴിയില്ല. കാരണം അവരുടെയൊക്കെ വളരെ തീവ്രമായിട്ടുള്ള വാക്കുകൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ജഡ്ജി തന്നെ 24 മണിക്കൂർ അയാളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതിയിൽ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അവിടെ ആ നിലയിലുള്ള ഇടപെടലുകൾ നടത്താൻ, അത് പ്രധാനമന്ത്രി ആയാലും അതുപോലെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായാലും ആ നിലയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ 5 ഘട്ട പോളിംഗ് കഴിയുമ്പോൾ വളരെ വ്യക്തമായി രാജ്യത്ത് ഒരു പൊതു നറേറ്റീവ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് ബാലക്കോട്ട് പുൽവാമ കാര്യങ്ങളാണ്. ആ നിലയിലൊരു പൊതു നറേറ്റീവ് ഇല്ല. എന്നാൽ ദേശീയ വിഷയങ്ങളുണ്ട്, പ്രാദേശിക വിഷയങ്ങളുണ്ട്. അത് സജീവമായി രാജ്യത്തിൻ്റെ പല കോണുകളിലും പല തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ 5 ഘട്ടം കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ വിലക്കയറ്റം അടക്കമുള്ള, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി പ്രാദേശിക വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്ത് പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ തിരികെ വരാൻ കഴിയാത്ത വിധത്തിൽ BJPക്ക് ഒരു ആബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു 50 മുതൽ 70 സീറ്റുകൾ വരെ BJPക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ആ കുറയാനുള്ള സാധ്യത കണ്ടിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ തങ്ങൾ നടപടിയെടുത്തു എന്നുള്ള ഒരു സൂചന കൊടുത്ത് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലാണ് ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നൊക്കെ വിളിക്കുക അല്ലേ. ആ നിലയിൽ സ്വിംഗ് സ്റ്റേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്ര സ്വിംഗ് സ്റ്റേറ്റായി വന്നിട്ടുണ്ട്. ബീഹാർ വലിയ നിലയിൽ തേജസ്വി യാദവിൻ്റെ പ്രഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു 34 വയസ്സുകാരൻ്റെ പ്രചരണമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ അവിടെ ഒരു തരംഗമായി മാറിയിട്ടുള്ളത്. ബീഹാർ ആ നിലയിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകം ആ നിലയിൽ മാറിയിട്ടുണ്ട്. ഹരിയാന ആ നിലയിൽ മാറിയിട്ടുണ്ട്. ഒരു പരിധിവരെ രാജസ്ഥാൻ ആ നിലയിൽ മാറിയിട്ടുണ്ട്. പിന്നെ ചെറിയ തലത്തിൽ സ്വിങ്ങിന് സാധ്യത, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ BJPയുടെ സീറ്റുകളിൽ കുറവ് വരാൻ സാധ്യതയുള്ള ഗുജറാത്ത് ഉണ്ട്. അതുപോലെ തന്നെ ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 50-നും 70-നും ഇടയിൽ സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ, അത്രയും സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ കോൺഗ്രസിൻ്റെ ഒരു ഇൻസൈഡ് കണക്ക് എന്ന് പറയുന്നത് 115 സീറ്റാണ്. 115 സീറ്റ് തങ്ങൾക്ക് കിട്ടുമെന്ന് അവർ പറയുകയാണ്. നോക്കണം, 52-ൽ നിന്നാണ് 115-ലേക്ക് പോകേണ്ടത്. അത് എന്ന് പറയുന്നത് 60-ലധികം സീറ്റുകളാണ്. ആ 60 സീറ്റുകൾ അങ്ങനെ തന്നെ ചോർന്നു പോകേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണ്? BJPയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ BJPയുടെ കയ്യിൽ നിന്ന് അങ്ങനെ കോൺഗ്രസ്സിന് ഒരു 60-ലധികം സീറ്റുകൾ പോവുകയാണ് എങ്കിൽ
സ്വാഭാവികമായും BJPക്ക് ഒരു ക്ലെയിമുണ്ട്. ഞങ്ങൾ ഒഡീഷയിൽ മാറ്റം വരുത്തുന്നു, ഞങ്ങൾ തെലങ്കാനയിൽ മാറ്റം വരുത്തുന്നു, ഞങ്ങൾ ആന്ധ്രയിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളത് ശരിയാണ്. ഒഡീഷയിൽ സീറ്റുകൾ കൂടും, തെലങ്കാനയിൽ പോലും സീറ്റുകൾ കൂടും. അവിടെ കോൺഗ്രസ് എമർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെലങ്കാനയിൽ പോലും സീറ്റുകൾ കൂടും. ആന്ധ്രയിൽ TDPയുമായുള്ള സഖ്യത്തിൻ്റെ പേരിൽ ആന്ധ്രയിലും കുറച്ച് സീറ്റുകൾ കിട്ടും. പക്ഷേ ആ സീറ്റുകൾ എന്ന് പറയുന്നത് BJPക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ ഉത്തർപ്രദേശ് അടക്കമുള്ള, നേരത്തെ ഞാൻ ഉത്തർപ്രദേശിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, ഉത്തർപ്രദേശ് അടക്കം സ്വിംഗ് സ്റ്റേറ്റാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലവും തുച്ഛമാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവമായി ഇടപെട്ടു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം വേണ്ടിയിരുന്നത്. കുറച്ചുകൂടിയൊക്കെ ഗൗരവമായി ആരാണോ കുറ്റം ചെയ്തത് അവർക്ക് നോട്ടീസ് അയക്കുകയും അവരുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തൃപ്തികരമാണെങ്കിൽ നടപടിയെടുക്കാതിരിക്കുക, തൃപ്തികരമല്ലെങ്കിൽ നടപടിയെടുക്കുക. അത് ഏത് പടച്ച തമ്പുരാനാണെങ്കിലും അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ ആകെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് എനിക്ക് പ്രാഥമികമായി ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി. Meet the editors.